بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് അൽ ഖസസ് 86, 87, 88 അവസാനത്തെ 3 ആയത്തുകൾ. ഇതാണ് പുതിയ പാഠമായി നമുക്ക് പാരായണം ചെയ്യുവാനുള്ളത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വമാ കുൻത തർജു വമാ കുൻത എന്ന് പറയുമ്പോൾ അവിടെ സക്കിനത്തായ നൂൻ ശേഷം താ, ഇഖ്ഫാ ഹഖീഖി എന്ന ഹുക്കുമാണ് അവിടെ വരുന്നത്. മറച്ചു മണിക്കുക, വ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, കാരണം താ ഇസ്തിഫാലിൻ്റെ ഹർഫ് ആയതുകൊണ്ട്. കുൻത കുൻത എന്ന് പറയാം. കുൻത എന്നൊക്കെ പല രൂപത്തിലും തഫ്ഖീം ചെയ്തുകൊണ്ടൊക്കെ ആളുകൾ പറയും. കുൻത കുൻത എന്ന് ഉച്ചരിക്കുക. തർജു തർജു റായിന് തഫ്ഖീം നൽകണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. വമാ കുൻത തർജു 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 എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘം നൽകാവുന്നതാണ്. തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബ്. അയ്യുൽഖ ഇതിലുള്ള സാക്കിനത്ത നൂൻ ശേഷമുള്ള യാഹിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. അയ്യുൽഖ യുൽഖ ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ആ ദീർഘത്തിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം. أن يلقى إليك الكتاب إليك الكتاب. ഇതുവരെയായി റാഹിന് തഫ്ഖീം ചെയ്യണം എന്ന് നാം പറഞ്ഞു. ഖാഫിനും അലിഫിനും തഫ്ഖീം വേണം. അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും എന്താണ്? തർക്കീഖാണ്. ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക്. ഇല്ലാ റഹ്മതൻ റായിനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക, തഫ്ഖീം ചെയ്യുക. റഹ്മതൻ മിർ റബ്ബിക് തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. റഹ്മതൻ മിർ റബ്ബിക് മിൻ എന്ന സക്കിനത്തായ നൂൻ പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. മിർ റബ്ബിക് റായിന് തക്രീർ വരാതെ സൂക്ഷിക്കണം. മിർ മിർ എന്നിങ്ങനെ വിറപ്പിക്കൽ വരരുത്, ഒറ്റ റാ ഉച്ചരിക്കുക. മിർ റബ്ബിക് മിർ റബ്ബിക്. ഫലാ തകൂനന്ന ളഹീറൻ ലിൽ കാഫിരീൻ. ഫലാ തകൂനന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഹീറൻ വാഹിന് തഫ്ഖീം കൊടുക്കുക. വഹീറൻ ലിൽ കാഫിരീൻ വാഇനും പദത്തിൻ്റെ അന്ത്യത്തിലെ റായിനും തഫ്ഖീം കൊടുക്കുക. അത് വഹീറൻ റൻ റല്ലി അവിടെ തൻവീൻ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. വഹീറൻ ലിൽ കാഫിരീൻ. വലാ യസുദ്ദുന്നക അൻ ആയാതില്ലാഹ്. വലാ യസുദ്ദു യസു എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. തഫ്ഖീം നിസ്ബിയാണ്, അപേക്ഷികമായ തഫ്ഖീം. തടിപ്പിച്ച് സ്വാദ് ഉച്ചരിക്കുക. എന്ന് വെച്ചാൽ ഫത്ഹ് നൽകി ഉച്ചരിക്കുമ്പോഴുള്ള അത്ര തന്നെ തഫ്ഖീം ഉണ്ടാവുകയില്ല. ദമ്മ് അതാണ്
നിസ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ولا يصدنك عن آيات الله ولا يصدنك നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ചൊല്ലിക്കണം. عن آيات സാക്കിൻ താ നൂനും ശേഷം ഹംസയും ഇദ്ഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. عن آيات الله بعد إذ أنزلت إليك عن آيات الله എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ നേർപ്പിച്ച് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കുക. بعد إذ أنزلت إذ أنزلت റഖാവത്തിൻ്റെ അക്ഷരങ്ങൾ അത് ആ നിലക്ക് തന്നെ ഉച്ചരിക്കണം. ഇദ് ഇദ് അവിടെ അത് വേറെ രൂപത്തിലായി പറഞ്ഞത് ഇദ് എന്ന് പറയുമ്പോൾ ദാലിൻ്റെ ശബ്ദത്തിൻ്റെ ഒഴുക്ക്, അതാണ് റഖാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മജ്ഹൂറായ അക്ഷരവുമാണ്. ഇദ് ഉൻസിലത് ഇലൈക് ഇലൈക് ഉൻസിലത് എന്നതിൽ സാക്കിൻ താനൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. ഉൻസിലത് ഇലൈക് അവിടെ 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാം, അതാണ് ഉത്തമം. ഇനി 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘം നൽകുകയും ആവാം, 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുകയും ആവാം, അതാണ് അവിടുത്തെ ഹുക്ം. മദ് ആരിദ് ലിസുകൂൻ. إذ أنزلت إليك وادع إلى ربك وادع دالൻ്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വദ്ഉ ഇലാ റബ്ബിക് റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ولا تكونن من المشركين ولا تكونن നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ചൊല്ലിക്കണം. മിനൽ മുശ്രിക്കീൻ മുഷ് മുഷ് എന്ന് പറയുമ്പോൾ ഷീന് ശ്രദ്ധിച്ചുച്ചരിക്കുക. തഫസ്സി എന്ന സിഫത്ത് ഷീനിനുള്ളതാണ്. കൂടാതെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. ഷജരിയ അക്ഷരം മുഷ് മുസ് എന്ന് ഷ, മലയാളത്തിലെ പശു എന്ന് പറയുമ്പോൾ ആ ഷായല്ല, എന്നാൽ ഷായുമല്ല. മഷി എന്ന് പറയുമ്പോൾ ഷാ വല്ലാതെ ഉള്ളിലോട്ട് പോയിട്ടല്ല. മുഷ് മുശ്രിക്കീൻ എന്ന് ഉച്ചരിക്കുക. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ ولا تدع مع الله إلها آخر ولا تدع ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. മഅല്ലാഹി ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. വലാ തദ്ഉ മഅല്ലാഹി അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലുള്ള ലാമിനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്യണം. ولا تدع مع الله إلها آخر ഇലാഹൻ തൻവീൻ ഉണ്ട്, ശേഷം ഹംസയും ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. എന്ന് പറയുമ്പോൾ ഇസ്തിഫാലിൻ്റെ ഹർഫിനെയാണ് ദീർഘിപ്പിക്കുന്നത്. ശേഷം ഖാ വരുന്നു, തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരം. റാ വരുന്നു, അതിനും തഫ്ഖീം. ആ 2 അക്ഷരങ്ങൾക്കും തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം. എന്ന ആ ശബ്ദം. ولا تدع مع الله إلها آخر അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണെന്ന ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടാകും. വഖഫ് ലാസിമിൻ്റെ അടയാളം ചേർത്തോതുമ്പോൾ അർത്ഥത്തിന് കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. നീ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് തേടരുത്, പ്രാർത്ഥിക്കരുത്. ലാ ഇലാഹ ഇല്ലാഹു, ആ ഇലാഹ ഒഴികെ മറ്റൊരു ഇലാഹില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലാ ഹുവ, അവനൊഴികെ. അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ആ ദമീർ ഇലാഹൻ ആഖറ എന്ന ഇലാഹിലേക്ക് മടങ്ങിപ്പോകാൻ
സാധ്യതയുള്ളതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യാൻ നിർബന്ധമാണ് എന്നതിൻ്റെ സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാഹു, ലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലാഹു, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്ത് വെച്ചിരിക്കുക. ഹുവ എന്നതിൽ വാവിന് സുക്കൂൻ നൽകി ദീർഘത്തോടെ വഖഫ് ചെയ്യുക, അഥവാ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള തബീഇയ ദീർഘം. ഇല്ലാഹു കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, കുല്ലു ഷൈഇൻ ഹാലികുൻ, അവിടെ ഷൈഇൻ ഹാലികുൻ ഇല്ല, 2 തൻവീനുകൾ, അതിനുശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. ഷൈഇൻ എന്നതിൻ്റെ ശേഷം ഹായും ഹാലികുൻ എന്ന തൻവീന് ശേഷം ഹംസയും. ഇൽഹാർ ഹൽക്കിയാണ് ഇവിടെ 2 സ്ഥലത്തുമുള്ള ഹുക്മ്, മണിക്കാതെ വെളിവാക്കുക. ഷൈഇൻ ഹാലികുൻ, ഹാലികുൻ ഇല്ല വജ്ഹ, അല്പം പോലും മണിക്കണ്ട വെളിവാക്കി ഉള്ളതുപോലെ പാരായണം ചെയ്യുക. ഇല്ല വജ്ഹ, വജ്ഹ, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, 2 ഹാ ദമീറുകളുണ്ട് അവിടെ, 2നും ദീർഘം വരികയില്ല ഒരിക്കലും. കാരണം ലഹുൽ ഹുക്മു ഇതിൽ ഹായിന് ശേഷം സുക്കൂൻ വന്നിരിക്കുന്നു, വഇലൈഹി എന്നിടത്ത് ഹായിന് മുമ്പിൽ സുക്കൂൻ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഹായിനെ ദീർഘിപ്പിക്കുകയില്ല. ഇതുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തുർജഊൻ, റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച റായിനെ ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما كنت ترجو أن يلقى إليك الكتاب إلا رحمة من ربك فلا تكونن ظهيرا للكافرين. ولا يصدنك عن آيات الله بعد إذ أنزلت إليك وادع إلى ربك ولا تكونن من المشركين. ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم وإليه ترجعون.